ചെറുകഥ നന്ദി കളക്ടർ മാമ. ചപ്പുചവറുകളും കാടും ആർത്തലച്ച് ഒഴുകി വരുന്നുണ്ട്. പാലം നിറയെ കാഴ്ചക്കാർ നിൽക്കുന്നുണ്ട്. കൂടി നിൽക്കുന്നവർ അലറുകയും കൂവി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു. മാനം മൂടിക്കെട്ടി തന്നെ നിൽക്കുന്നുണ്ട്. ചാറ്റൽ മഴയുണ്ട്. ദൂരെ നിന്ന് ഒരു കൂട് ഒഴുകി വരുന്നു. ഒരു നായ്ക്കൂടോ കോഴിക്കൂടോ ആണ്. പള്ളിക്കൂടത്തിന് കലക്ടർ അവധി കൊടുത്തിരുന്ന മഴയുള്ള ഒരു ദിവസം. 10ാം ക്ലാസ്സിലാണ്. അവധി കിട്ടിയാൽ എന്ത് 10ാം ക്ലാസ്? കുരുത്തക്കേട് അൺലിമിറ്റഡ് ആയതിനാൽ മലവെള്ളം പോലെ ഉപദേശങ്ങൾ നൽകിയാണ് അമ്മ വിട്ടത്. അതെല്ലാം പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോവുകയും ചെയ്തു. ഒരു സുന്ദരൻ നായ്ക്കുട്ടിയായിരുന്നു കൂടിൻ്റെ ഉള്ളിൽ. നായ്ക്കുട്ടിയോടുള്ള സ്നേഹവും പ്രായത്തിൻ്റെ തിളപ്പും. അപ്പു കൂടുതലൊന്നും ആലോചിച്ചില്ല. കൂടിക്കിടന്ന ചപ്പിലും ചവറിലും കല്ലിലും ഒക്കെ പിടിച്ച് അടുത്ത് കണ്ട ചാഞ്ഞ മരത്തിൽ കയറി. കയ്യിൽ കരുതിയിരുന്ന കോലുകൊണ്ട് കൂട് കരയിലേക്ക് അടുപ്പിച്ചു. കരയിൽ നിന്നവർ അപ്പുവിനെ സഹായിച്ചു. പെട്ടെന്നാണ് വലിയൊരു തടി അപ്പു കയറിയ മരത്തിൽ വന്നടിച്ചത്. മരം ഒന്ന് കുലുങ്ങി. അപ്പുവിൻ്റെ കൈ മരത്തിൽ നിന്നും വിട്ടുപോയി. കണ്ടു നിന്നവർ അലറിക്കരഞ്ഞു. എന്തും സംഭവിക്കാം എന്നറിയാമായിരുന്നതിനാൽ വടവും വാഹനങ്ങളുമായി ജനം സജ്ജമായിരുന്നു. ആരോ പോലീസിലും വിവരം അറിയിച്ചു. പോലീസ് എത്തിയപ്പോഴേക്കും അപ്പുവിനെ കരയ്ക്ക് കയറ്റിയിരുന്നു. ആരൊക്കെയോ ചേർന്ന് കുടിച്ച കലക്കവെള്ളം ഞെക്കിക്കളയുന്നുണ്ട്. നായ്ക്കുട്ടിയെ തുവർത്തി ഉണക്കി സുന്ദരനാക്കി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ നന്ദിയോടെയുള്ള നോട്ടവും നിറയെ രോമങ്ങളുള്ള വാലാട്ടിയുള്ള നിൽപ്പും അപ്പുവിൻ്റെ ക്ഷീണമെല്ലാം അകറ്റി. അവനൊരു വീരകഥ മെനയുകയായിരുന്നു. സ്കൂളവധി കഴിഞ്ഞ് കുട്ടികളുടെ മുമ്പിൽ ഒരു ധീരയോദ്ധാവിനെപ്പോലെ നിൽക്കുന്നത് അവൻ മനസ്സിൽ കണ്ടു. ഒപ്പം ആളുകൾക്കിടയിൽ ഒരു കൈയിൽ വടിയും മറുകൈ നെഞ്ചിലും വെച്ച് നിൽക്കുന്ന അമ്മയെയും. നീ വീട്ടിലേക്ക് വാടാ, അച്ഛൻ നോക്കിയിരിപ്പുണ്ട്, അമ്മ പറയാതെ പറഞ്ഞു. കഥ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജിസി കീഴ്പള്ളി.